ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കനിൽ ഓളുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ പപ്പായയാണ്. നന്നായിട്ട് പഴുത്ത പപ്പായയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ പപ്പായയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാമ്പഴം എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ എടുക്കാം, അതുപോലെ തന്നെ പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ പൈനാപ്പിളും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ പപ്പായയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പപ്പായയുടെ ആ ഒരു ടേസ്റ്റ് അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയതിൻ്റെ പേരിൽ ഒരു സ്പെഷ്യലായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം അളവിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള അകത്തുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, അതിന് പുറത്തുള്ള സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 തക്കാളിയും കൂടി. ഇതുപോലെ നന്നായിട്ട് പഴുത്ത തക്കാളിയിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളിയിലാണ് 2 എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളി തന്നെ മതിയാവും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. ഒരു സോസ് പാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കടായിയോ അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ ഏകദേശം 1 ടേബിൾ സ്പൂണോളം അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് വന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം നട്ട്സ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നട്ട്സൊക്കെ കൂടുതൽ ചേർക്കും തോറും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇതിന് പകരം നമുക്കിതിലേക്ക് കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ള എള്ളും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർക്കുമ്പോഴത്തേക്കും നമ്മളിതുപോലെ ഒന്ന് വറുത്ത് തന്നെ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എള്ള് പെട്ടെന്നൊന്ന് വറന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് സമയത്ത് വറക്കേണ്ട ആവശ്യമില്ല. ആ എണ്ണയുടെ ആ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാലിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അതേ കടായിലേക്ക് തന്നെ നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പപ്പായയുടെയും അതുപോലെ ഈ തക്കാളിയുടെയും മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ പപ്പായയുടെ ചെറിയ ചെറിയ പീസൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കണം. മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റ് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ കടയായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴപ്പോഴായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമല്ല അടുക്കി പിടിക്കാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റേജിൽ നിന്നും ഏകദേശം ഒരു പകുതി അളവിൽ നമ്മുടെ ഈ ജ്യൂസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ജ്യൂസൊക്കെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത്. പക്ഷേ ജ്യൂസൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള വല്ലപ്പോഴൊക്കെ ഇതുപോലുള്ള സ്വീറ്റ്സൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോഴത്തേക്കും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും നല്ല പെർഫെക്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഏകദേശം ചെറുതായിട്ടൊന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത്രയും സമയം കൊണ്ട് വീണ്ടും കുറച്ചുകൂടി ഒന്ന് വറ്റിക്കിട്ടും. നമ്മളിപ്പോൾ ഈ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് വെള്ളം ഇപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഇതിപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്
നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്കും വീണ്ടും ചെറുതായിട്ടൊന്ന് ലൂസാകും. അതിന് ശേഷം ഈ പഞ്ചസാരയുടെ ആ ഒരു പഞ്ചസാര പാനിയും കൂടി ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം നമുക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇങ്ങനെ തെറിക്കും. നമ്മുടെ ഇതിലേക്കുള്ള ഈ ജ്യൂസെല്ലാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തെറിച്ച് തുടങ്ങും. അപ്പോഴത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് വയ്ക്കുമ്പോഴത്തേക്കും അതങ്ങനെ തെറിച്ച് നിൽക്കുന്നത് അന്ന് മാറിക്കിട്ടും. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ആ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പിൽ നിന്നും ഒരല്പം കൂടി കുറച്ചെടുത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരല്പം കോൺഫ്ലോറും കൂടി എടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കളർ വന്നിട്ട് കുറച്ച് ലൈറ്റായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ കളർ വന്നിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ മാറി തുടങ്ങും. അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഫ്ലെയിം ഇപ്പോൾ ഞാൻ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഫ്ലെയിം നമുക്കൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി. നെയ്യ് ചേർക്കുന്നത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റിലേ നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യം വരും. ഈ സമയം ആകുമ്പോഴത്തേക്കും വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വലുതായിട്ട് നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. സൈഡിലൊന്നും മുട്ടിപ്പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് വീണ്ടും കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു പകുതി അളവിൽ നാരങ്ങ നീരും കൂടി. അപ്പോൾ ഇതുപോലെ അപ്പോൾ നാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളിപ്പ് ഇതിന് കൊടുക്കും. അതുപോലെ തന്നെ ഇത് വീണ്ടും സെറ്റാകാതെ ഇരിക്കും. ഈ ഒരു രീതിക്ക് തന്നെ നാരങ്ങ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ എള്ളും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് വന്നിട്ട് ഇച്ചിരി ഈ ഒരു ലൂസിനാണ് ഇതുള്ളത്. പക്ഷേ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ലതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്തപ്പോഴത്തേക്കും ഒന്ന് മാറ്റിയതാണ്. നന്നായിട്ട് തണുത്തിട്ടില്ല. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ സെറ്റായി പോകും. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നിന്ന് ഇതൊരല്പം എടുത്തതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പിലേക്ക് ഒരല്പം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എങ്ങനത്തെ ഷേപ്പ് വേണോ ആ രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറിൻ്റെ ടൈപ്പിൽ ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടി ബോളിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് എങ്ങാനും പുരട്ടിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഇതിങ്ങനെ റാപ്പ് ചെയ്ത് എടുക്കണം എന്നുള്ള ആവശ്യവുമില്ല. ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഒരു സ്പൂണിൽ എടുത്തിട്ടോ നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചെറുതായിട്ട് കൂടി കുറച്ചുകൂടി ഒന്ന് ഹാർഡായി കിട്ടും. അപ്പോൾ അത് കട്ട പീസാക്കിയിട്ട് നമുക്കിങ്ങനെ കഴിക്കാവുന്നതാണ്.
അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ വാങ്ങുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.